26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ നീണ്ട 7 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സർട്ടിഫിക്കറ്റോടെയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രദർശനാനുമതി നൽകിയത്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിജയ്ക്ക് പുറമെ പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, ഗൗതം വസുദേവ് മേനോൻ, പ്രകാശ് രാജ്, നരേൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന ചിത്രമായാണ് ജനനായകൻ വിലയിരുത്തപ്പെടുന്നത്. ചിത്രം ജൂലൈ 24-ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പൊങ്കൽ റിലീസായി ജനുവരി 9-നായിരുന്നു ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി 2025 ഡിസംബർ 19-ന് ചിത്രം CBFCക്ക് സമർപ്പിച്ചു. എന്നാൽ എക്സാമിനിംഗ് കമ്മിറ്റി ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. മാറ്റങ്ങൾ വരുത്തി വീണ്ടും സമർപ്പിച്ചപ്പോൾ ചിത്രത്തിന് US സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ യോഗ്യമാണെന്ന് അണിയറ പ്രവർത്തകരെ അറിയിച്ചിരുന്നെങ്കിലും കമ്മിറ്റിയിലെ ഒരംഗത്തിന്റെ ആഭ്യന്തര പരാതിയെ തുടർന്ന് നടപടികൾ തടസ്സപ്പെടുകയായിരുന്നു. ഇതോടെ ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തു. ഇതിന് പിന്നാലെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് സർട്ടിഫിക്കേഷൻ വേഗത്തിലാക്കാൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വിഷയം പരിഹരിക്കപ്പെടാതെ നീണ്ടുപോയി. 1 മാസത്തിന് ശേഷം സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും പിന്നീട് ഹർജി പിൻവലിച്ചു. ഇതിനിടെ ഏപ്രിൽ മാസത്തിൽ ചിത്രത്തിന്റെ HD പതിപ്പ് ഓൺലൈനിൽ ചോർന്നതും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി. ചോർച്ചയുമായി ബന്ധപ്പെട്ട ഫ്രീലാൻസ് ഫിലിം എഡിറ്റർ ഉൾപ്പെടെയുള്ളവരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതിന് മുൻപ് ഏകദേശം 1.2 കോടി ജനങ്ങൾ വ്യാജ പതിപ്പ് കണ്ടതായാണ് പ്രോസിക്യൂഷൻ മദ്രാസ് ഹൈക്കോടതി അറിയിച്ചത്. ഈ പ്രതിസന്ധികളൊക്കെ താണ്ടിയാണ് ചിത്രം ഇപ്പോൾ സർട്ടിഫിക്കറ്റോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുൻപായി ചിത്രത്തിലെ TVK എന്ന വാക്കിന്റെ ഉപയോഗം നീക്കം ചെയ്തു എന്നതാണ് വരുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്. ചിത്രത്തിൽ വിജയ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ദളപതി വെട്രികൊണ്ടാൻ എന്നാണ്. ഇതിന്റെ ചുരുക്കരൂപമായാണ് TVK എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ സിനിമയ്ക്ക് പുറത്ത് വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ ചുരുക്കപ്പേരും TVK എന്നാണ്. ചിത്രത്തിന്റെ 110-ാം മിനിറ്റിലുള്ള അംബേദ്കർ നിയമം മുതൽ TVK നിയമം എന്ന ഡയലോഗ് മാറ്റാനായിരുന്നു നിർദ്ദേശം. TVK എന്ന വാക്കിന്റെ ഓഡിയോയും വീഡിയോയും ചിത്രത്തിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്തു. ഈ ഭാഗം മ്യൂട്ട് ചെയ്യുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും രംഗത്തിന്റെ ദൈർഘ്യത്തിൽ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇതിനു പുറമെ മറ്റു നിരവധി ഓഡിയോ വിഷ്വൽ മാറ്റങ്ങളും സർട്ടിഫിക്കേഷൻ കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകം കാണിക്കുന്നിടത്തെല്ലാം അതിന്റെ കവർ പേജിൽ അംബേദ്കറുടെ ചിത്രം ഉണ്ടായിരിക്കണമെന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു ഡയലോഗ് പരിഷ്കരിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ത്യൻ പതാക നിലത്ത് വീഴുന്ന ദൃശ്യങ്ങൾ സിനിമയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. ഭാഗവതം, രംഗനാഥൻ എന്നീ വാക്കുകൾ മ്യൂട്ട് ചെയ്തു. അതോടൊപ്പം വേറെ ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ മെലൂഹയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗത്തെ ന്യൂ ഇന്ത്യ എന്ന വാക്കും ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഓം എന്ന വാക്കും ഒഴിവാക്കി. കുട്ടികളെ ജീവനോടെ കത്തിക്കുന്ന ദൃശ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. പകരം ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അങ്ങനെ നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായ ശേഷമാണ് ഇപ്പോൾ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 380 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ്. അതിനാൽ തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടാൻ പോകുന്ന കളക്ഷനും പ്രധാനമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.